ഗേൾസ് പൊളിറ്റിക്സിന്റെ ഓണം എക്സാമിന് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ചാപ്റ്റർ വൈസ് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നുള്ള കിടിലൻ മെസ്സേജുകളാണ് ഇൻസ്റ്റയിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്കളെ നമ്മുടെ മക്കളെ കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റില്ലല്ലോ. യെസ്, ഈ ഒരു 4 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ മാക്സിമം 3 മിനിറ്റ് കൊണ്ട് ഈ പറയുന്ന ഫസ്റ്റ് 7 ചാപ്റ്ററും, അതായത് ഓണം എക്സാമിനുള്ള ഓരോ ചാപ്റ്ററിനും ഒരു 3 ടോപ്പിക് വീതം ഞാൻ പറഞ്ഞുതരാം. ഇതല്ലാതെ നിങ്ങൾ പഠിക്കേണ്ടത് എടാ ഇതന്നെ പഠിച്ച ഒരു 65-70 മാർക്ക് നിങ്ങൾക്ക് കിട്ടോളാം. അത്രക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം. ഒന്ന് ഫസ്റ്റത്തെ ചാപ്റ്ററിലെ 1ാമത്തെ ചാപ്റ്റർ ആണ് രാഷ്ട്ര നിർമ്മാണം അല്ലെങ്കിൽ ചലഞ്ചസ് ഓഫ് ദി നാഷൻ ബിൽഡിംഗ്. അതിൽ നിങ്ങൾ പഠിക്കുന്നത് പാർട്ടീഷൻ പ്രോസസ്, ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്, റീ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് ബേസ്ഡ് ഓൺ ലിംഗ്വിസ്റ്റിക് പ്രിൻസിപ്പിൾ, വിഭജന പ്രക്രിയയും അവയുടെ കോൺസിക്വൻസിൽ അനന്തര ഫലങ്ങളും, പിന്നെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. അവിടുത്തെ പഠിച്ചാൽ തന്നെ ആ ഭാഗത്ത് നിന്നുള്ള വൺവേടൊക്കെ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നോ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം ആലോചിക്കുമ്പോൾ തന്നെ ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ മക്കൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? യെസ്, അവിടെ എന്തുണ്ട്? സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഓർമ്മ വരും. ഓക്കെ ആണല്ലോ. പിന്നെ വിഭജന പ്രക്രിയ, അതിന്റെ കോൺസിക്വൻസ് പഠിച്ചു വെക്കുക. പിന്നെ ഭാഷയുടെ അടിസ്ഥാനമാക്കുമ്പോൾ പോറ്റി, ശ്രീരാമലു, പിന്നെ അതുപോലെ തന്നെ ആദ്യത്തെ ആന്ധ്ര, അല്ലെ, ഇതൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തയിലേക്ക് പോകുമ്പോൾ ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്, കോൺഗ്രസ് പാർട്ടിയുടെ ഡോമിനൻസ്, ആധിപത്യത്തെ നോക്കുന്നത്. ഇവിടെ നോക്കേണ്ടത് ഒന്ന് ഇലക്ഷൻ പ്രിപ്പറേഷൻ പ്രയർ ടു ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ, ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് വരാണ്. ആ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻ ആണ് നടത്തിയിട്ടുള്ളതും അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ളത് ഈ 2 കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള മക്കളെ, ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ളത് ഈ ഒരു സംഭവമാണ്. ഈ 2 കാര്യങ്ങൾ ഏതൊക്കെ? ഒന്ന്, ഫാക്ടേഴ്സ് ഹെൽപ്പ് ദി കോൺഗ്രസ് ടു ഗെയിൻ ഡോമിനൻസ്. അതായത് ആദ്യത്തെ 3 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് പാർട്ടിയാണ് ആധിപത്യം ഉണ്ടായിരുന്നത്. ആദ്യത്തെ 3 തെരഞ്ഞെടുപ്പുകളിലും ആർക്കായിരുന്നു ആധിപത്യം? കോൺഗ്രസ് പാർട്ടിക്കായിരുന്നു ആധിപത്യം. ആദ്യത്തെ 3 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് പാർട്ടിക്കായിരുന്നു ആധിപത്യം ഉണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞ നെഹ്റു ആണ് ലീഡർഷിപ്പ്, പിന്നെ കോൺഗ്രസ് പാർട്ടിക്ക് എല്ലാ ഭാഗത്തും അതിന്റെ ഒരു വേര് പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. പിന്നെന്താണ് നമ്മൾ പറഞ്ഞ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇവരായിരുന്നു മുന്നിൽ. പിന്നെ വരുന്നതാണ് ഒപ്പോസിഷൻ പാർട്ടി, അത് മാച്ച് ദ ഫോളോയിങ് ആണ് ഉണ്ടായിരിക്കും കേട്ടോ. ഒപ്പോസിഷൻ പാർട്ടി, മാച്ച് ദ ഫോളോയിങ്. മക്കളെ ഈ 2 അക്കൗണ്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് വെക്കണേ, നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. അതായത് ഇതുമായിട്ട് പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ ഈ ഇൻസ്റ്റയിലൂടെ ചോദിക്കുക. ഒന്ന് SP, ഒരു അടിയിൽ ഒരു വര, സഹദ്. ഓക്കെ, പിന്നെ ഈ അക്കൗണ്ട് നിങ്ങൾക്ക് ഞാൻ കുറേ വീഡിയോസ് ഈ അക്കൗണ്ടിൽ ഇടും. ഈ അക്കൗണ്ടിൽ നിങ്ങൾക്ക് കുറേ വീഡിയോസ് ഇടും. ഈ 2 കാര്യങ്ങൾ, ഈ 2 ഇൻസ്റ്റാ അക്കൗണ്ട് ഇപ്പൊ ഫോളോ ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് പബ്ലിക് എക്സാം വരെ ഉപകാരമുള്ള 2 അക്കൗണ്ടാണ്. മറക്കണ്ട, ഈ 2 നിങ്ങൾ എന്ത് ചെയ്താളെ ഇപ്പൊ എന്ത് ചെയ്താളാ ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്ത് വെച്ചോ. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. പൊളിറ്റിക്സ് ഓഫ് പ്ലാൻഡ് ഡെവലപ്മെന്റ്, ആസൂത്രിത വികസനം. ഇവിടെ നോക്കേണ്ടത് പ്ലാനിംഗ് കമ്മീഷനെ പറ്റിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻസ്, പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് 5 ഇയറും പഠിക്കണം, സെക്കൻഡ് 5 ഇയർ പ്ലാൻസ്, പഞ്ചവത്സര പദ്ധതി പഠിച്ചു വെക്കണം. ദ ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവത്തിന്റെ കാര്യങ്ങളും, വൈറ്റ് റവല്യൂഷൻ, അതായത് വൈറ്റ് റവല്യൂഷന് മറ്റൊരു പേര് ഫ്ലഡ്, ഓപ്പറേഷൻ ഫ്ലഡ്, ധവള വിപ്ലവം. ആരായിരുന്നു? വർഗീസ് കുര്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് പാലിന്റെ ഉൽപാദനം കൂട്ടുക. അതാണ് അതിലെന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ഇനി അടുത്തത് ഇന്ത്യസ് എക്സ്റ്റേണൽ റിലേഷനിൽ മെയിൻ ആയിട്ട് നോക്കേണ്ട മക്കളെ വിദേശ നയങ്ങളെ പറ്റിയിട്ട്, ഫോറിൻ പോളിസി, വിദേശ നയങ്ങളെ പറ്റിയിട്ട് എന്ത് ചെയ്യണം? ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ്. ന്യൂക്ലിയർ പോളിസി ഓഫ് ഇന്ത്യ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പഠിക്കണം. പിന്നെ അവിടെ തന്നെ ബംഗ്ലാദേശ് വാറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. നോൺ അലൈൻമെന്റ്, ചേരായ്മ, ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം മക്കള് നോക്കി വെക്കണം കേട്ടോ. അപ്പൊ അവിടെ നോക്കണം. ഇനി നമ്മളെ ഓക്കെ എടാ അതിന്റെ മുമ്പ് തന്നെ ഈ ഒരു ഭാഗം നോക്കണേ. ഇത് വേറൊരു ചാപ്റ്റർ ആണ്, ഇതിൽ പെട്ടുപോയതാണ് കേട്ടോ. അതായത് നമ്മളെ കോൺഗ്രസ് റീസ്റ്റോറേഷൻ എന്നുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ ഇത് നമ്മൾ വരുന്നത് 3ാമത്തെ ചാപ്റ്റർ, പിന്നെ 4ാമത്തെ ചാപ്റ്റർ ഉണ്ട്. ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയേക്കുക. അല്ല 3ാമത്തെ, ഇത് 4ാമത്തത്, ഇത് 5ാമത്തെ ചാപ്റ്റർ ആണ്. ഇത് 5ാമത്തെ കോൺഗ്രസ് പാർട്ടിയുടെ. ഇവിടെ നോക്കേണ്ടത് കോൺഗ്രസ് പാർട്ടി സ്പ്ലിറ്റ് ആവാനുള്ള ആ റീസൺസ് നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ 1917 ഇലക്ഷൻ ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് കോൺഗ്രസ്, കോൺഗ്രസിന്റെ പുനഃസ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കി വെക്കുക. ഇനി അടുത്തത് ക്രൈസിസ് ഓഫ് ഡെമോക്രസി, ഇത് മെയിൻ ആയിട്ട് നോക്കേണ്ടത് എമർജൻസിയാണ്, അടിയന്തരാവസ്ഥയാണ്. ഏതായിരുന്നു നോക്കേണ്ടത് മക്കളെ? അടിയന്തരാവസ്ഥ, നിർബന്ധം. അതിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ നോക്കേണ്ടത് കേട്ടോ. എന്താണ് അടിയന്തരാവസ്ഥത്തിന്റെ കാരണങ്ങൾ, അടിയന്തരാവസ്ഥയുടെ കോൺസിക്വൻസ്, എമർജൻസിയുടെ കോൺസിക്വൻസ് എന്തൊക്കെയാണ്, അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു, ഈ 3 കാര്യങ്ങൾ പഠിച്ചോ. ഇതൊരു essay വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ പോപ്പുലർ മൂവ്മെന്റ് 7ാമത്തെ ഉണ്ട്, റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ്, ജനകീയ പ്രസ്ഥാനങ്ങളുടെ ഉദയം എന്നുള്ളത്. അതിൽ ചിപ്കോ മൂവ്മെന്റ്, ആന്റി അറാക്ക് മൂവ്മെന്റ്, ദളിത് പാന്തേഴ്സ്, പിന്നെ അതുപോലെ തന്നെ നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഈ 4 ടോപ്പിക്കും കൂടി പഠിച്ചു വെച്ചാൽ എന്ത് ചെയ്തു, സെറ്റായി. ഏകദേശം ഒരു 65+ മാർക്ക് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഓക്കെയാണ്. സെറ്റല്ല മക്കളെ? ഓക്കെടാ.